ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു കടലക്കറിയും പിന്നെ ഉള്ളിച്ചമ്മന്തിയുമാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ വെള്ളക്കടലയാണ് കുതിർത്ത് വെച്ചതാണ്. ഇങ്ങനെയൊന്ന് എല്ലാവരും വെച്ച് നോക്കൂ. അതിനായി കടലയിൽ ഉരുളക്കിഴങ്ങ്, 2-3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് കുക്കറിൽ വേവിച്ചു. അതിനുശേഷം കടലക്കയിലേക്ക് അരവ് തയ്യാറാക്കണം. അതിനായി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച് വെന്ത കടലക്കയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കണം. കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക. കടലക്കയുടെ കൂടെ പുട്ടും കൂടി ആയാലോ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ കടലക്ക കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ചു, ചുവന്ന മുളകും കൂടി ഇട്ട് കറിയിലേക്ക് ചേർത്തു. അപ്പോൾ ഇന്നത്തെ പുട്ടും കടലയും അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചോറിനായി ഞാൻ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അതിനായി 2 ഉള്ളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 3-4 ചുവന്ന മുളകും എടുത്തു വെച്ചിട്ടുണ്ട്. എരിവ് അധികം വേണമെന്നുള്ളവർ അധികം വറ്റൽമുളകും കൂടി ചേർക്കാം. പിന്നെ നന്നായി അരിഞ്ഞു വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റുക. പിന്നെ ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ ചേർക്കുന്നില്ല. വെറും ഉള്ളിയും പുളിയും ചുവന്ന മുളകും കൂടിയുള്ള ചമ്മന്തിയാണ്. ചോറിനൊപ്പം കൂട്ടാൻ അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും പുളിയുടെയും ഒക്കെ ടേസ്റ്റ് ഉള്ളിച്ചമ്മന്തിയിൽ നിറഞ്ഞു നിൽക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ടേസ്റ്റിലുള്ള വെള്ളക്കടലക്കറിയും ഉള്ളിച്ചമ്മന്തിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഉള്ളിച്ചമ്മന്തിയുടെ കൂടെ നമുക്ക് വേറൊരു വറവും കൂടി ഉണ്ടാക്കിയാലോ. ഈ ഇല കണ്ടിട്ടില്ലേ നിങ്ങൾ? ചായ മനസ്സ എന്ന ഇലയാണ്, ഷുഗർ ഇല എന്നും പറയും. അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം. ഇല നന്നായി കഴുകി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും നന്നായി അതിൽ ഇടുക. അതിനുശേഷം ചട്ടി ചൂടാക്കി കുറച്ച് കടുക്, വെളുത്തുള്ളി ഇട്ട ശേഷം അതിലേക്ക് നമ്മുടെ ചായ മനസ്സ ഇല അരിഞ്ഞത് ഇടുക. അതിലേക്ക് വെള്ളം ചേർക്കേണ്ട. ലോ ഫ്ലെയിം ചൂട് മതി ഇതിന്. അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ചേർത്താൽ ചായ മനസ്സ തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.